ഇപ്പോൾ പ്രവാസത്തിലിരിക്കുന്നവരും പ്രവാസം കഴിഞ്ഞ് മടങ്ങിപ്പോയവരും കാണേണ്ട ഒരു ചെറിയൊരു ടെലിഫിലിമാണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്. പ്രവാസത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് 100% അറിയുന്നൊരു വ്യക്തിയാണ് ഞാനും 10-40 കൊല്ലത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. എനിക്കും വരാൻ പോകുന്ന ഗതി തന്നെയാണ് ഇത് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിത് എല്ലാ ആൾക്കാരോടും കാണാൻ പറയുന്നത്. പ്രവാസം നിർത്തിപ്പോയി ഈ 10-15 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇന്നും പ്രവാസികൾ എന്നോട് വിളിച്ച് പറയുന്നു, ഒരു വിസ ഉണ്ടെങ്കിൽ അയച്ചു തരണം, ഞാൻ കുടുംബത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന്. ഈ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി എല്ലാ പ്രവാസികളും സ്വന്തമായി എന്തെങ്കിലും അവനവൻ്റെ കയ്യിൽ വെക്കണം എന്നാണ് പറയാനുള്ളത്. ഇതൊന്ന് കണ്ടു നോക്കൂ. എല്ലാം എന്തേ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അല്ല, പാക്ക് സോജാർക്ക് അറിഞ്ഞൂടെ? ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിനി. അപ്പൊ പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. അത് 15 ലക്ഷം ഉറുപ്പ്യ വേണം. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ? മോളെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആവണുള്ളൂ. ഓൾക്കാണെങ്കിൽ വയച്ചിലുണ്ട്. കല്യാണത്തിന്റെ കടം തന്നെ വീടിച്ചില്ല. എന്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. നാസറ, എന്റെ പാടെന്താ? എന്റെ കടയിലേനെ തീരെ കച്ചവടമില്ല. അത് കടയിലെ ഞാൻ എങ്ങനെ കൊണ്ടെടുക്കുക എന്നുള്ളതില്ലേ കൂടുതൽ ഞാൻ 15 ലക്ഷം തൊട്ട് ഒപ്പിച്ച. കബീർ അവരുണ്ടാകും പറഞ്ഞു കേട്ടില്ല. എന്റെ അഭിപ്രായം എന്താ? ഞാനേ വിസ ക്യാൻസലാക്കി വന്നിട്ടേ 1 കൊല്ലായി. ഞാൻ അവിടെ പോയാലല്ലേ എന്തെങ്കിലും കിട്ടുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് എവിടുന്ന പൈസ? എൻ്റെ അടുത്ത് ഒന്നുമില്ല. എന്റെ അഭിപ്രായേ ഈ പേരും പറമാണ് വിൽക്കുക. നിങ്ങൾ ബാപ്പാനെ ചികിത്സിക്കുക. ബാക്കി എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് മൂന്നാക്കും കൊണ്ടാ. എന്തൊക്കെ നിങ്ങളുടെ തീരുമാനം? ഇതിനെ എനിക്കറിയില്ലേ, എൻ്റെ ഈ 4 മക്കൾ നാട്ടിൽ ചോറ് കളിച്ചിട്ട് പെരി കിടന്നപ്പോളേ ഞാൻ ഇവിടുന്ന് വിസ എടുത്തുകാണ്ട് പോയിക്കാണ്ട് ഗൾഫ് പോയിക്കാണ്ട് ചോര നീരും വറ്റിച്ചിക്കാണ്ട് ഉണ്ടാക്കിയ ഇരിക്കക്കുരി മുതലാണിത്. ഇപ്പൊ എനിക്കൊരാവശ്യം വന്നപ്പോളേ ഇവിടെ അടുത്ത് ആരും പൈസ ഇല്ല. അപ്പൊ പിന്നെ ഇത് ബുക്കല്ലാതെ എത്ര വിധി നമ്മൾ കാട്ടുക? എന്നാ കാക്ക, ഇത് നമ്മൾ വിൽക്കുക. നാളെ ഇതിന്റെ കച്ചവടക്കാരെ ഞാൻ കൊണ്ടുവരാം. അതിപ്പോ കച്ചവടക്കാരെ കൊടുക്കാണ്ട് അത് പുറത്ത് പോയി കൊടുക്കണം. ഞാൻ പെണ്ണുങ്ങളെ സ്വർണം വെച്ചുകാണ്ട് എന്തെങ്കിലും കാട്ടിക്കാണ്ട് ഞാനാണ് എടുത്തോളാം. അല്ല കാക്ക, അത് ഞാൻ എടുത്തോളാം. അതിന് പുറത്തേക്ക് കൊടുക്കണം. അല്ലപ്പാ, ഞാനും പെണ്ണുങ്ങളെ കുട്ടികൾ ഇവിടെ അല്ലേ നിൽക്കണ്ടേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിയാണ്ട് ഞാൻ എടുത്തോളാം. കുറച്ചൊക്കെ ബാങ്കിലൊക്കെ ഉണ്ടാവും. എന്നിട്ടപ്പോ ഇതിനിപ്പോ കച്ചവടക്കാർ 30 ലക്ഷം റുപ്യ പറയുന്നുണ്ട്. നിങ്ങൾ പിന്നെ മക്കളായതുകൊണ്ട് 25 ലക്ഷം റുപ്യ തന്നാല് നിങ്ങൾക്ക് ആർക്കാ തെരഞ്ഞെടുത്ത കൊടുക്കാണ്ട് തരാം. 25 ലക്ഷത്തിന് ഞാൻ എടുത്തോളാം. അല്ല, ഞാൻ മാവത്തിന്റെ പൈസ തരാം. അല്ല, ഇന്ത്യയുടെ പൈസ വരികയാണേ. നിങ്ങൾ തമ്മിലേ സർക്കാർ സ്ഥിതിക്ക് ആരാ കൂടുതൽ പൈസ തരണേ കൊടുക്കാണ്ട് തരാം. 25 ഞാൻ എടുത്തു. 27 ഞാൻ എടുത്തോളാം. 27 ഞാൻ എടുത്തോളാം. 28 ഞാൻ എടുത്തോളാം. 30 ലക്ഷം റുപ്യ ഞാൻ എടുത്തോളാം. ഏതായാലും ഈ മുതലിന് വേണ്ടിയിട്ട് നിങ്ങൾ 8 അഞ്ചന്മാരും തെറ്റാൻ നിൽക്കണ്ട. ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് 2 ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കൊണ്ട് പറ്റേ എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിച്ചാൽ. അസ്സലാമലൈക്കും. ആ, വലൈക്കും അസ്സലാം. മമ്മൂട്ടിയെ ഇത് കയറിയിരിക്കാം. ഇതാണിപ്പോൾ ഞാൻ വരാൻ പറഞ്ഞ ആൾക്കാർ. ഇത് മമ്മൂട്ടിയാണ്. ഈ മമ്മൂട്ടി ഞാനും കൂടി ഗൾഫിൽ 10-30 കൊല്ലത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പണിയെടുത്ത ആൾക്കാരാണ്. ഒരേ റൂമിൽ കിടന്ന ആൾക്കാരാണ്. ഇവനും 10-30 കൊല്ലം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ വാൻ്റെ ചോര നീരും പറ്റി ഓപ്പം അധ്വാനിക്കാൻ കഴിയാത്ത ഗതിയായപ്പോൾ വാൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും ഇതേ അവസ്ഥയിൽ പെരീന്ന് പുറത്താക്കിയതാണ്. അങ്ങനെ വാൻക്ക് അവിടുന്ന് കിട്ടിയ കുറച്ച് കായിട്ട് പോകുമ്പോൾ ഒരു വൃദ്ധസദനം തുടങ്ങി. ഇപ്പോൾ മക്കൾ പുറത്താക്കിയ മാതാപിതാക്കൾ എല്ലാവരും മോനെ ഈ വൃദ്ധസദനത്തിൽ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനെന്തൊരു പണി വെക്കണമല്ലോ, ഞാൻ ഈ മുതലും സ്വത്തൊക്കെ കൂടിയും വാൻ്റെ പേരിലുള്ള വൃദ്ധസദനത്തേക്ക് എഴുതി കൊടുത്തേക്കും. കബീറെ, ഓൾക്ക് രണ്ടാക്കുമ്പോൾ മുതലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അടുത്തുണ്ടല്ലോ ഇപ്പോൾ കുറച്ച് കായ് ബാങ്കിൽ അവിടെയൊക്കെ കിടക്കണേ. ഈ ഒരു കാര്യം ചെയ്യേ, പെണ്ണുങ്ങളും കുട്ടികളും വിളിച്ചിക്കാണ്ട് ഒരു ഇക്കക്കൂല അവിടെ സെറ്റപ്പ് ആക്കാൻ നോക്കിക്കാളാ. എന്നാ സാക്കാ നമ്മൾ പോവാ. മമ്മൂട്ടിയെ എൻ്റെ ബാഗ് ഉണ്ടോ അവിടെ? അത് നിർത്ത്. എന്നാ മനസ്സൂറേ, ആ ബാഗ് ഒന്ന് എടുത്തു. ബാപ്പാന്റെ പേരും പറമ്പും